എന്റെ മോള് ഇവിടെ സിംഗിൾ ആയിട്ടല്ല വളർന്നത്. എന്റെ ബ്രദറിന്റെ മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അവർ സിബ്ലിംഗ്സ് ആയിട്ട് വളരെ ജോയിന്റ് ഫാമിലി അല്ലേ, അപ്പം ആൾക്കാർ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല. ആണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒറ്റ മകള് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ദൈവത്തിന് വേറെ ഒറ്റ മകളെന്ന് പറയാൻ പറ്റൂല നമുക്ക് ഇപ്പൊ തന്നെ 2 പെമ്പിളരുണ്ട്. ആണ്. 2 പെമ്പിള്ളേർ ഒരു ആൺകൊച്ച്. അതാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അമ്മയ്ക്ക് ഒറ്റ മകളായത് കൊണ്ടായിരിക്കും ചേച്ചിക്കും അങ്ങനെ തോന്നാനൊരു കാരണം അല്ലേ? അതെ അതെ, ബേസിക്കലി അതാ. ഈ പറഞ്ഞ ചേച്ചിയാണല്ലോ ഇവിടെ ഉള്ള ബാക്കിയുള്ള പിള്ളേരെ കൂടെ നോക്കുന്നത്. ഇവിടെ ഒരു അമ്മയല്ലേ ഉള്ളൂ. പിള്ളേർക്ക് ഒരമ്മയെ ഇവിടെ ഉള്ളൂ. ഇവിടെ 3 പിള്ളേരുണ്ട് ഈ വീട്ടില്. കഴിഞ്ഞോ? കഴിഞ്ഞിട്ട് അടുത്ത് ചോദ്യം ചോദിക്കാൻ അപ്പൊ പറയണ്ടേ, ഉത്തരം പറയണ്ടേ? ചുമ്മാ ചോദ്യം ചോദിച്ചോണ്ട് ശരി ശരി ഇല്ലില്ല. അയ്യോ എനിക്ക് കൊതി അതൊന്ന് പറയാൻ. എനിക്കൊന്നും പറയാനില്ല. ഇത്ര പറഞ്ഞോ, കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞോണ്ടിരുന്നോ? ഇത് മറ്റേ പിള്ളേർ ട്യൂഷൻ ക്ലാസ്സിൽ പോയിരിക്കണ പോലെ കുറെ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് വന്നിട്ട് അടുത്ത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത് ചോദിക്കാം. മറന്നു ഇല്ല, പറഞ്ഞോ കണ്ടിന്യൂ ആയിട്ട് പറഞ്ഞോ. അതായത് കണ്ടിന്യൂ ചെയ്യാൻ മാത്രമല്ല, അത്ര നല്ല ഒരു ഭയങ്കര ഹാപ്പി ടോപ്പിക് ഒന്നുമല്ല. അതായത് ചേട്ടൻ്റെ സിസ്റ്റർ ഇൻ ലോ മരിച്ചുപോയി. അപ്പം സിസ്റ്റർ ഇൻ ലോയുടെ 2 പിള്ളേരുണ്ട്. അപ്പം സിസ്റ്റർ ഇൻ ലോയുടെ 2 പിള്ളേരും നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഇപ്പോൾ വരെ ഒരമ്മയേ ഉള്ളൂ, അത് ഞാനാണ്. ഇനി നാളെ അവിടെ എന്നാണ് പറഞ്ഞത്. അത് തലയിൽ കയറാത്തോണ്ട് മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം. ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഇങ്ങനെ ഇരിക്കും. അല്ല, ഇതിപ്പോ മൊത്തത്തിൽ എനിക്കാണല്ലോ ദൈവമേ ട്രോള്. നമ്മളെ ട്രോളാൻ വേണ്ടി വന്ന് നിൽക്കായിരുന്നു കേമത്തി. അല്ല, ഇത് ഇറങ്ങുമ്പോ എന്തായാലും നല്ല ട്രോള് വരും. എനിക്കായിരിക്കും ഓൾറെഡി ട്രോള് വരുന്നത്. ഒരു ട്രോളും വരില്ല, ഞാൻ ഗ്യാരണ്ടി വരില്ല. ഇപ്പൊ വരണോ? വേണ്ട. അർജുനെങ്കിൽ നോക്കാം എന്തായിരിക്കും അടുത്ത് പറയണ്ടേന്നൊക്കെ. ഞാൻ അങ്ങനെ ആലോചിക്കാറൊന്നുമില്ല. ഞാൻ വളരെ ഈസി ആയിട്ട് ബീസി ആയിട്ട് ജീവിക്കണവനാണ്. അടുത്ത ക്വസ്റ്റ്യൻ പോലെ ഞാൻ പറയണത്.